ഗൈസ് അങ്ങനെ ഞാനും അമിതും കൂടെ സുധീഷിനെ കാണാൻ വേണ്ടിയിട്ട് കോട്ടയത്തോട്ട് പോവാണ് ഗൈസ്. കോട്ടയത്താണ് അവൻ ജോലി ചെയ്യണത്. നാളെ രാവിലെ രാത്രി 12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ സുധീഷിന്റെ ബർത്ത്ഡേ ആണ്. അവന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ വൈഫ് റോസാപ്പൂ വിത്ത് കേക്ക് ഞങ്ങൾ രാത്രി അങ്ങോട്ട് പോകണം ഗൈസ്. ഇത് ഒരാഴ്ചയായിട്ടുള്ള പ്ലാനിങ് ആണ്. എല്ലാം ഞാൻ അവിടെ നിന്ന് പറഞ്ഞുതരാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ കേക്കുമായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വിദൂരതയിലേക്ക് ഇരുണ്ട വഴിയൊക്കെ ഗൈസ് നമ്മൾ യാത്ര അല്ലെ റെക്കോർഡിംഗ് ആണിപ്പോ. ഗൈസ് ചെറുക്കന്റെ ബർത്ത്ഡേ പരിപാടി നമ്മൾ ഷൂട്ട് ചെയ്തു ഗൈസ്. എല്ലാരും ഹാപ്പി ഗൈസ്. നീ പ്രത്യേകിച്ച് ഹാപ്പി അല്ലേ? ഷൂട്ട് ചെയ്യണം. ഫുള്ള് ക്ലിയർ കൈയൊക്കെ ഇതിന്റെ താഴെ വന്ന് മദ്യപാന ആരോഗ്യത്തിന് ആനുകൂല്യം എന്നുള്ള കമന്റ് നിർത്തിയിരിക്കുന്നു. നിനക്ക് ഗിഫ്റ്റ് 5 മിനിറ്റ് വകയാ. ആ എല്ലാം 5 പേരും സെറ്റാക്കിയതാ. നമുക്ക് വേറെ ഒരു അളിയനെ കുരിശി കയറ്റ ആരെങ്കിലും തീരുമാനിച്ച പോലെ ഹാപ്പി ബർത്ത്ഡേ. കേക്കിന്റെ എക്സ്പ്രഷൻ കിട്ടിയില്ല ഗൈസ്. പക്ഷെ ഇതിന്റെ എക്സ്പ്രഷൻ കിട്ടുന്നുണ്ട്. ഈ ചറക്കൻ കേക്കിന്റെ എക്സ്പ്രഷൻ കിട്ടിയില്ല. ഫോട്ടേജ് പോയി. പക്ഷെ ഹാപ്പി ബർത്ത്ഡേ ഇത് മെൻഷൻ ചെയ്യണം. അഞ്ചു ഞങ്ങൾ ഇനി പോകുന്ന അപ്പൊ തേഞ്ഞ് നീ തേഞ്ഞ് ഇത് കട്ട് ചെയ്യണേ. എവന്റെ ഒരു ലൈൻ ഉണ്ടായിരുന്നു അവ കൊച്ചാന്ന് വിചാരിച്ചു. അല്ല അതെന്താടാ വീണയോ മൈനയോ തത്തയോ എന്ത് പറഞ്ഞു അതറിയത്തില്ല. ഇയാള് 2 അടിച്ചു കഴിഞ്ഞാൽ ഗിഫ്റ്റ് ആകെ ഇത് എടുത്തോണ്ട് ഇനി കുഞ്ഞും കാത്തിരിപ്പുണ്ടോ? ഞാൻ പിന്നെ ശരിയാവും. വേണ്ട പിന്നെ വേണ്ട. ലൊക്കേഷനിലെത്തി ചെന്ന് കയറാൻ കട അളിയ ഹാപ്പി ബർത്ത്ഡേ വിത്ത് കേക്ക് അതൊക്കെ ഞങ്ങൾ ഒപ്പിച്ചെടുത്ത്. ഹാപ്പി ബർത്ത്ഡേ. റൂമിൽ പോയിട്ട് എടാ ഇന്ന് ഇത് രാത്രി ഞാൻ ഇവനെ വിളിച്ചു വരുത്തി ജയിച്ചടാ. ഇവിടെ ഞങ്ങളുടെ വീടിന്റെ അവിടെ വെച്ച് രാത്രി ചെയ്ത് വേറൊരു ഫംഗ്ഷൻ ഞാൻ എന്നെ വിളിച്ചത്. ഞാൻ ഇവിടെ ഇന്ന് ഇവന്റെ അടുത്ത് ഇന്നലെ വിളിച്ചിട്ട് വന്നിട്ട് 4 മണിയൊക്കെ ആകുമ്പോൾ എത്തിയാൽ മതി കളിയാന്ന് പറഞ്ഞു. നമുക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ പണി കഴിഞ്ഞ് ഇറങ്ങണമെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഇനിയിപ്പോ എന്നെ വെയിറ്റ് ചെയ്ത് താമസിക്കുന്നത് ഞാൻ അവിടെ 2:30 ഇറങ്ങി ഇവിടെ 3:50 ഇവിടെ എത്തും. ഇതും ബോറണെങ്കിൽ ഈ കേക്ക് എന്റെ കേക്കും ചെയ്യുമ്പോ ഞാൻ ഇവന്റെ കൂടെ ബോറങ്ങിലുണ്ട്. ഇവന്റെ കൂടെ എന്റെ കേക്കും കൊണ്ട് ഞാൻ നടക്കുന്നത്. എടാ ഇതൊന്നല്ല ഇവന്റെ എക്സ്പ്രഷൻ നല്ല കിടിൽ ഒരെണ്ണം കിട്ടി. പക്ഷേ ഇത് ഷൂട്ട് ചെയ്ത ക്യാമറ ഷൂട്ട് ചെയ്തത് സ്റ്റോറേജ് ഫുള്ളായി വീഡിയോ ഡ്രോപ്പ് ആയി പോടാ. കിടില് ഒരു എക്സ്പ്രഷൻ ആയിരുന്നു എന്റെ. പക്ഷെ അതിന് കിട്ടിയില്ല. എത്രയാണ് 2 ഗസ്റ്റ് ഉണ്ട് ഇവിടെ. ഹലോ ഞങ്ങളിഞ്ഞ് വന്നറാ. ആ അവളറിഞ്ഞോ? ഇവളാണ് ഇതിന്റെ എക്സിക്യൂഷൻ ഫുള്ള്. നിനക്കളെ വീട്ടിൽ ചേട്ടാ ഇവളാണ് എന്റെ ഇവിടെ ലൊക്കേഷൻ ചോദിച്ചത്. എല്ലാം ഇതിനു വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങള് 2-3 ആഴ്ചയായിട്ട് ഞങ്ങള് പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. ഓപ്പൺ ആയിട്ട് ഒരു കാര്യം പറയാം. എന്റെ ബർത്ത്ഡേ ഞാൻ ആഘോഷിച്ചിട്ടുള്ള ഒരു ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതില് ഫാമിലി അതല്ലടാ നമ്മളെ ഫാമിലി ഞാൻ സ്കൂളിൽ പോയി ചെറിയൊരു കേക്കൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്ത് അതാണ് എന്റെ ഓർമ്മ. പിന്നെ നമ്മളെ ബർത്ത്ഡേ ഞാൻ ബർത്ത്ഡേ ആയിട്ട് ആഘോഷിച്ചിട്ടുള്ള കേക്കൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്തിട്ടുള്ള ഞാൻ ഇവരും കൂടെ മ്യൂച്വലി ആയിട്ട് 5-ാം തീയതി വൈകുന്നേരം കേക്ക് വാങ്ങിച്ചിട്ട് 6-ാം തീയതി 10 മണി 5-ാം തീയതി 10 മണിയാകുമ്പോൾ ഞാൻ ഇവരും കൂടെ 2 പേരെയും കൂടെ വെച്ചിട്ട് ഒന്നിച്ചുള്ള ബർത്ത്ഡേ ആഘോഷം അതായിരുന്നു എന്റെ ലാസ്റ്റ്. പിന്നെ ഉള്ള ബർത്ത്ഡേ എല്ലാം കോമൺ ആണ്. അതുപോലെ ഇതേപോലെ സർപ്രൈസ് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. ഫസ്റ്റാണ്. താങ്ക് യു. മറക്കൂല ഇത്. ഈ ബർത്ത്ഡേ ഞാൻ ഒരിക്കലും മറക്കൂല. ഹാപ്പി ഇത് ഒരിക്കലും മറക്കൂല. മറക്കൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്റെ മനസ്സിൽ ഒരു സ്ഥാനം കാണും. എത്ര വലിയ സർപ്രൈസ് കിട്ടിയാലും ഇവൻ അവിടെ നിന്ന് എനിക്ക് കിട്ടാത്ത ഒരു വിഷമം പറഞ്ഞ അവന്റെ എക്സ്പ്രഷൻ
വേറെ ലെവലായിരുന്നു എന്റെ എക്സ്പ്രഷൻ. എടാ അന്നേരം കിട്ടിയ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു. സുധീഷേ, ഞാൻ ഒരു 3-4 ദിവസമായിട്ട് ഞാൻ ഭയങ്കര ഗൈസ്, ഇനി ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അടുത്ത കേക്ക് കട്ട് ചെയ്യാൻ ഉണ്ട്. കറക്റ്റ് നിനക്ക് വിഷ് കിട്ടില്ലേ 12 മണിക്ക്? അങ്ങനെ അവന് വിഷ് എടുത്തിട്ടുണ്ട്. ഇനി എണീറ്റ് വാ. ഞാൻ നിന്നെ അല്ല ഷൂട്ട് ചെയ്യണം. എടാ കോള കെട്ടിയണ്ട. ഇവിടെ വെട്ടത്തോട്ടൊന്ന് നിൽക്കൂ. ആണ്ടേ, ഇത് അവൻ നിനക്ക് തരാൻ പറഞ്ഞത്, മേടിക്കാൻ പറഞ്ഞൊന്ന് വിട്ടത്. എടാ ഫോട്ടോ ഒക്കെ ഞങ്ങൾ എടുത്തു തരാം, നീ കോള് കെട്ടിയണ്ട. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഗോസ്റ്റർ. ഹാപ്പി ബർത്ത്ഡേ. എടാ ഈ സാമാനം പൊട്ടൂല, അവിടെ പൊട്ടിയില്ല, ഇവിടെ പൊട്ടിയില്ല. ഇവിടെ 8 ക്യാമറ കൈസ് ഷൂട്ട് ചെയ്യാനായിട്ട്. അവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, എക്സ്ട്രാ ഒരെണ്ണം ഉണ്ടായിരുന്നു, ഫുട്ടേജ് കിട്ടിപ്പോയാല്. എക്സ്പ്രഷൻ ഇല്ലാത്തവന് 8 ക്യാമറ, അല്ലാത്തവന് ക്യാമറ ഇല്ല. അല്ലെ അതൊരു ചെറിയ പീസായത് കാര്യമായിട്ട്. ഇത് നിന്റെ വൈഫിന്റെ വക നിനക്കുള്ള ഗിഫ്റ്റ്. അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട, നീ ഇത് കൊടുത്തിട്ട് പോയാൽ മതി. ഇതാണ് ഞാൻ പറഞ്ഞ നാറിക്കൽ എക്സ്പ്രഷൻ. ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ട് നിക്കണത് ഇപ്പൊ ഉണ്ടില്ലേ? ഞാൻ പറഞ്ഞില്ല, എക്സ്പ്രഷൻ ഒന്നും ഇല്ല. ഗൈസ്, ഞാൻ ഉടനെ 2 ഫോണൊക്കെ എടുക്കും. നീ വേണം ഗൈസ്, വേണം. ഇല്ലെങ്കിൽ ഗൈസ്, അപ്പൊ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് ചില്ലിങ്ങും പരിപാടികളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത്ര ആൾക്കാരായിട്ട് അടുത്ത ബർത്ത്ഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഹാപ്പി ആയില്ലേ? 30 കൊല്ലമായി ഇതുപോലെ 30 വയസ്സായിട്ട് അവിടെ ഷൂട്ട്. ചെറുക്കൻ ഹാപ്പി, ഞങ്ങള് ഹാപ്പി. ഹാപ്പി. ഈ വ്ലോഗ് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് എന്നാ നാളെ അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യാം. ഞാൻ ഇനി പിന്നെ വരാം. ഇനി തിരിച്ച് ട്രിവാൻഡ്രം വരെ പോയിട്ട് കാണാം. ബൈ ബൈ. ബൈ ബൈ. ഇവിടെ എല്ലാവരും ഗൈസ്, അങ്ങനെ 2 ദിവസത്തെ വലിയൊരു ദിവസത്തിന് ശേഷം നമ്മള് ഈ വ്ലോഗ് 2ാമത്തെ ദിവസം ട്രിവാൻഡ്രത്ത് വന്ന സ്റ്റോപ്പ് ചെയ്യണേ. ഇതായിരിക്കും ഈ വ്ലോഗിന്റെ എൻഡിങ്. ഞാൻ ഇവിടെ ഈ വ്ലോഗ് എൻഡ് ചെയ്യാണ്. ചെറുക്കെ സർപ്രൈസ് ആയി, പക്ഷെ ഇത് എനിക്ക് കിട്ടില്ല. വിഷമം കോട്ടയത്ത് പോയപ്പോ അവന് ഹാപ്പി, എല്ലാവരും ഹാപ്പി. അടുത്ത ദിവസം വേറൊരു വ്ലോഗിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ. പിന്നെ